ഇന്ന് രാവിലെ നടന്ന ഒരു സന്തോഷ വിശേഷമാണ് പറയുന്നത്. മോഹൻലാലിൻ്റെ മകൾ വിസ്മയുടെ അരങ്ങേറ്റം കുറിക്കുന്ന സിനിമ തുടക്കം. ആ തുടക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്, തിരിതെളിയിച്ചിരിക്കുന്നു മോഹൻലാൽ. ഒപ്പം പ്രണവും സുചിത്രയും മോഹൻലാലും ഒക്കെ ചേർന്നാണ് സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. അപ്പോൾ മോഹൻലാൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഒരു വിസ്മയം പോലെ, തൻ്റെ മകളുടെ പേരും വിസ്മയമാണ്, അപ്പോൾ അങ്ങനെ അതിനെ കാണുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ മൂവരും ഒരുമിക്കുന്ന സിനിമയുണ്ടോ എന്നൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുമല്ലോ, അപ്പോൾ അദ്ദേഹം കാത്തിരിക്കാം എന്നാണ് മറുപടിയും പറഞ്ഞത്. പ്രണവിന്റെ കൈപിടിച്ച മലയാള സിനിമയിലേക്ക് വിസ്മയ മോഹൻലാലിന്റെ തുടക്കം. മോഹൻലാലും സുചിത്രയും ചേർന്ന മകൾ വിസ്മയ മോഹൻലാലിന്റെ ആദ്യ ചിത്രത്തിന് തിരിതെളിയിച്ചു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ ആദ്യമായി സിനിമയിലേക്ക് എത്തിയ നിമിഷം ഓർത്തെടുത്താണ് മകളുടെ തുടക്കത്തിന് മോഹൻലാൽ ആശംസകൾ നേർന്നത്. എങ്ങനെയാണ്, ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ നടനാകണോ എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളല്ല. അതൊരു കാലത്തിന്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു. അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാകും, ഒരു പ്രീ ഡിസ്റ്റൈൻഡ് എന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ മകളുടെ പേര് പോലും വിസ്മയം എന്നാണ് ഇട്ടിരിക്കുന്നത്, വിസ്മയ മോഹൻലാൽ എന്നാണ്. കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്, ആക്സിഡൻ്റായിട്ടാണ്. മയക്കും അതുപോലെ പെട്ടെന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ്. അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു. ജൂഡ് ചിത്രം തുടക്കത്തിന് പ്രണവ് മോഹൻലാൽ ക്ലാപ്പടിച്ചു, സുചിത്ര മോഹൻലാൽ സ്വിച്ച് ഓൺ ചെയ്തു. So actually it's a very special day for me because it marks my daughter Vismaya's തുടക്കം into this beautiful world of cinema. ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. കുട്ടികളെ സ്നേഹത്തോടെ ജൂഡിനെ ഏൽപ്പിക്കുന്നുവെന്ന് ആന്റണി പെരുമ്പാവൂർ. വിസ്മയ മായക്കുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനമുണ്ടായപ്പോൾ ആ സിനിമയും ആശീർവാദിനെ നിർമ്മിക്കാൻ പറ്റി എന്ന് പറയുന്നതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. മക്കൾക്കൊപ്പം അച്ഛൻ അഭിനയിക്കുന്ന സിനിമയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് മോഹൻലാലിന്റെ മറുപടി ഇങ്ങനെ. പ്രതീക്ഷിക്കുന്നതാണ്, എന്താ കുഴപ്പം, അങ്ങനെ സംഭവിക്കട്ടെ. ആഗ്രഹമുണ്ടല്ലോ അങ്ങനെ ഒരു സിനിമ? നല്ല ആഗ്രഹമുണ്ട്. തുടക്കം സിനിമയിൽ വിസ്മയക്കൊപ്പം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പ്രതീക്ഷിക്കാമെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി. ഒന്ന് മിന്നി മറിഞ്ഞിട്ട് പോകും, അപ്പോൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അറിയില്ല, വിളിച്ച് എനിക്ക് ചാൻസ് തന്നെ. സംവിധായകൻ ജോഷി, തരുൺമൂർത്തി, ദിലീപ്, ലിസൺ സ്റ്റീഫൻ, എം രഞ്ജിത്ത, മേജർ രവി അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ സിനിമയുടെ ഈ പേര് ആദ്യം പോസ്റ്ററായി വന്നപ്പോൾ തന്നെ, കാരണം ഇടിക്ക് നല്ല പ്രാധാന്യമുള്ള സിനിമയാണെന്ന് വ്യക്തമായിരുന്നു. ആ തുടക്കത്തിൽ തന്നെ അത്തരം സൂചനകളുണ്ട്. പിന്നെ വിസ്മയ അത്തരം മാർഷൽ ആർട്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ വരികയും ചെയ്തതാണ്. അപ്പോൾ റിയ നമ്മളോട് കൂടുതൽ പറയും. റിയ, മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന പോലെയാണ് ഇത് പ്രീ ഡിസ്റ്റൻ്റ് ആയ ചില കാര്യങ്ങൾ എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. മകളുടെ ഒരു വഴി തിരഞ്ഞെടുക്കുന്നു, അതിനെ സന്തോഷപൂർവ്വം ഒരുമിച്ച് നിൽക്കുന്നു എന്നാണ്. എനിക്ക് വളരെ സന്തോഷമാണ്. ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റാണ്. വിസ്മയ മോഹൻലാൽ നായികയായി എത്തുന്ന ആദ്യ ചിത്രം തുടക്കം, അതിന്റെ പൂജയായിരുന്നു കൊച്ചിയിൽ നടന്നത്. മോഹൻലാലാണ് ആദ്യം വേദിയിൽ സംസാരിച്ചു തുടങ്ങിയത്. 45 വർഷം മുമ്പ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് വന്നു കയറിയ ആ നിമിഷത്തെക്കുറിച്ച്, ആദ്യമായി ഓഡീഷനിൽ പങ്കെടുത്തതിനെക്കുറിച്ചൊക്കെ ഓർത്തെടുത്തുകൊണ്ടായിരുന്നു മോഹൻലാൽ സംസാരിച്ചു തുടങ്ങിയത്. അവിചാരിതമായി സിനിമയിലേക്ക് വന്നയാളാണ് താനെന്ന് മോഹൻലാൽ വേദിയിൽ പറഞ്ഞു. പ്രണവ് അതുപോലെയായിരുന്നു. അതുപോലെ വിസ്മയും സിനിമയിലേക്ക് വരുന്നു, അഭിനയിക്കണമെന്നൊരാഗ്രഹം മകൾ പറഞ്ഞപ്പോൾ കൂടെ നിന്നു എന്നായിരുന്നു മോഹൻലാൽ ഉപയോഗിച്ച വാക്കുകൾ. മകളുടെ പേര് പോലെ ജീവിതം ഒരു വിസ്മയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മകൾക്ക് ആദ്യ ചിത്രത്തിന് മോഹൻലാൽ ആശംസകൾ നേർന്ന് സംസാരിച്ചത്. പ്രണവ് മോഹൻലാൽ ക്ലാപ്പടിച്ച്, സുചിത്ര സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് വിസ്മയ മോഹൻലാലിൻ്റെ ആ ചിത്രം തുടക്കത്തിന് ഒരു തുടക്കമാവുകയായിരുന്നു. വേദിയിൽ ഒരുപാട് പേർ സംസാരിച്ചു. സുചിത്ര മോഹൻലാൽ മകൾ സിനിമയിലേക്ക് എത്തുന്നതിൻ്റെ സന്തോഷം, അതൊരു സർപ്രൈസ് മൊമെൻ്റ് ആയിരുന്നു എന്ന് സംസാരിച്ചു. മകൾ അഭിനയിച്ചിട്ടുള്ള ചെറിയ നാടകങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വേദിയിൽ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. മോഹൻലാലിനോട് ആളുകൾ ചോദിച്ചൊരു ചോദ്യം, ഈ ചിത്രത്തിൽ കാണാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഒന്ന് മിന്നി മറഞ്ഞ്, ജൂഡ് അനുവദിച്ചാൽ ഒന്ന് മിന്നി മറഞ്ഞ് പോകും എന്നതായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി. മോഹൻലാലും വിസ്മയും പ്രണവും ഒരുമിച്ചൊരു സിനിമയിൽ വരുന്നത് പ്രതീക്ഷിക്കാമോ എന്നൊരു ചോദ്യം ഉയർന്നു. നല്ല കഥയുണ്ടെങ്കിൽ, നല്ല തിരക്കഥയുണ്ടെങ്കിൽ, നല്ലൊരു സംവിധായകനുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചിത്രം പ്രതീക്ഷിക്കാം. അത് താനും ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ചിത്രത്തിൻ്റെ ഭാഗമാകുന്നത് സന്തോഷമുള്ള
ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് മോഹൻലാൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആന്റണി പെരുമ്പാവൂരിൻ്റെ മകൻ കൂടി ഈ ചിത്രത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്, ആശിഷ്. കുട്ടികൾ സിനിമയിലേക്ക് വരുന്നതിൽ സന്തോഷം, അവരെ ജൂഡിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു എന്നായിരുന്നു ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത്. പ്രണവും ആന്റണിയും ചേർന്ന് കൈപിടിച്ചാണ് വിസ്മയ മോഹൻലാലിനെ ആ വേദിയിലേക്ക് ക്ഷണിച്ചത്. അതൊരു രസമുള്ള കാഴ്ചയായിരുന്നു. കാരണം മോഹൻലാൽ എത്രയോ വർഷമായി മലയാള സിനിമ ആസ്വാദകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അവിടേക്കാണ് പ്രണവ് മോഹൻലാൽ ആദ്യ സിനിമയിലൂടെ വന്നത്. ഇപ്പോൾ പ്രണവിൻ്റെ പുതിയ സിനിമ കൂടി ഈ ദിവസം വരുന്നുണ്ട് എന്നൊരു സന്തോഷം കൂടി വേദിയിൽ അവർ പങ്കുവെച്ചു. ഇപ്പോഴിതാ വിസ്മയ മോഹൻലാൽ കൂടി വരുന്നു. ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ടൈറ്റിൽ കാർഡിൽ തന്നെ എന്താണ് സിനിമ എന്നതിന് ചില സൂചനകൾ നൽകുന്നുണ്ട്. വിസ്മയ ഒരുപാട് മാർഷൽ ആർട്സ് ഒക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ച ആളാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിൻ്റെ ചില സൂചനകളൊക്കെ ആ സിനിമയുടെ തുടക്കം എന്ന് എഴുതിയ ടൈറ്റിൽ കാർഡിൽ തന്നെ ശരി, എന്തായാലും തുടക്കം അതിഗംഭീരമാകട്ടെ എന്ന് നമുക്ക്